രാവിലെ CPM-ന്റെ നോട്ടീസ് പുറത്തുള്ള റിപ്പോർട്ടുകൾ ഇവരിപ്പോൾ ഈ PMC-യിൽ അവർ വലിയൊരു സ്ലോ ഡൗൺ ചെയ്യുന്നത് തൽക്കാലത്തേക്ക് ഈ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുക്കണ്ട, അത് എതിർമുന്നേ സബ്കമ്മിറ്റി ഉണ്ടാക്കും, അതിനുശേഷം മതിയെല്ലാം നല്ല വീടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊന്നും അല്ലല്ലോ വിഷയം. ആരും അറിയാതെ ആരോടും പറയാതെ എഗ്രിമെന്റ് വെച്ചു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം CPM-ന്റെ അറിഞ്ഞിട്ടില്ല, സംസ്ഥാന നേതൃത്വം അറിഞ്ഞിട്ടില്ല, ഘടകകക്ഷികൾ ആരും അറിഞ്ഞിട്ടില്ല, ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല. മന്ത്രിസഭയിൽ കബളിപ്പിക്കൂടി ചെയ്തു. 16-ാം തീയതി ഒപ്പുവെച്ച് മന്ത്രിസഭയിൽ വന്നിരുന്ന് മറ്റു മന്ത്രിമാർ ഇതിനെ എതിർത്തപ്പോൾ ഒപ്പുവെച്ച കാര്യം പോലും മറച്ചുവെച്ചു. അപ്പൊ കൂടെയുള്ള എല്ലാവരെയും കബളിപ്പിക്കും. ഇപ്പൊ ഇന്നലെ കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി വെളിപ്പെടുത്തിയതെന്താ? കഴിഞ്ഞ വർഷം തന്നെ മാർച്ചിൽ തന്നെ കേരളം സന്നദ്ധത പ്രകടിപ്പിക്കുന്നതാണ്. പിന്നെ ആരെ കബളിപ്പിക്കരുത്? ഇത്രയും നാള് ഫെബ്രുവരി 8-ാം തീയതിയാണ് 2024 കേരള ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരായി സമരം ചെയ്തത് അല്ലേ? പാർലമെന്റ് ഇലക്ഷന് മുമ്പ്. എന്നിട്ട് പറഞ്ഞു ധനകാര്യം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര നിയമങ്ങൾ ഉണ്ടാകുന്നു, അവഗണനയാണ് സംസ്ഥാനത്തോട്. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ വിളിച്ചു പ്രസംഗിപ്പിച്ചു. പഞ്ചാബ് മുഖ്യമന്ത്രി പറഞ്ഞു, ഫാറൂഖ് അബ്ദുള്ള വന്നു, മറ്റു നേതാക്കളൊക്കെ വന്നോടെ അവരെല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ ഈ സമരം നടത്തിയിട്ട് മാർച്ചിൽ പോയി കേന്ദ്രത്തിനോട് ഇതിൽ ഒപ്പുവയ്ക്കാമെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ വെളിവായിരിക്കും. ഇതെന്താണ് കബളിപ്പിക്കുന്നത്? മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടതിന് ശേഷം എന്തു മാറ്റമാണ് പെട്ടെന്ന് ആരും അറിയാതെ, അതാണ് സംഭവം. അത്രയേ ഉള്ളൂ. ആരും അറിയാതെ എന്തുകൊണ്ട് എഗ്രിമെന്റ് വരും? അതിനാണ് തുറന്നു പറയേണ്ടത്. ഞങ്ങളുടെ ഒരു ആരോപണമുണ്ട്, BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു അവിഹിതമായ ബാന്ധവമുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ SNC ലാവ്ലിൻ കേസിൽ ഉൾപ്പെടെ മറ്റ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച കേസുകളിൽ ഉൾപ്പെടെ പരസ്പരം ഒരു സഹായ സംഘം ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അതൊന്നുകൂടി അടിവരയിടുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം. ഇനിയിപ്പോൾ ഇവർ സ്ലോ ഡൗൺ ചെയ്യുമോ? സ്കൂളിന്റെ ലിസ്റ്റ് ഒപ്പിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. അത് പാടില്ല എന്ന് മന്ത്രിമാരടക്കം പറയുമ്പോഴാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അവർ തമ്മിൽ തീർക്കേണ്ട വിഷയമാണ്. പക്ഷേ എല്ലാവരെയും ഇരുട്ടി നിർത്തിയാണ് ഈ തീരുമാനം എടുത്തത്. അത് യാഥാർത്ഥ്യം. അവര് തീരുമാനിക്കട്ടെ, ഞങ്ങൾക്ക് അതല്ല അവര് തീരുമാനിക്കട്ടെ. അവരെ അപമാനിച്ചു എന്നുള്ള സത്യമാണ്. എന്നിട്ട് ഏത് CPI എന്നും ചോദിച്ചു. അതിനേക്കാൾ കൂടുതൽ അവരെ അവമാനിക്കുന്നതിന് അവരുടെ മന്ത്രി ഇതിൽ ഒപ്പുവെക്കരുതെന്ന് മന്ത്രിസഭയിൽ പറയുമ്പോൾ ഇത് ഒപ്പുവെച്ചിട്ടാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അത് അറിഞ്ഞുകൊണ്ട് മിണ്ടാതെ അവിടെ ഇരുന്നു എന്ന് പറയുന്നത് എന്തുമാത്രം കബളിപ്പിക്കല. നാട്ടുപുറത്ത് പോലും ചെയ്യില്ലല്ലോ ഇതുപോലത്തെ പറ്റിക്കൽ. ഇപ്പൊ പിന്നെ ലക്ഷം പറയുന്ന മുഖ്യമന്ത്രി വിളിച്ചാൽ ചർച്ച ചെയ്യുമോ? അല്ല, ഇത് അവര് തമ്മിലുള്ള കാര്യം, നമുക്ക് അതിനെക്കുറിച്ച് കമന്റ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ ഒരു മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളെ ഒന്ന് കബളിപ്പിച്ചില്ലേ? ഒപ്പുവെച്ചിട്ട് അവിടെ വന്നിരുന്നിട്ട് മിണ്ടാതിരുന്നു. അപ്പൊ എന്താണ് ഇതിന്റെ പുറകിലുള്ള ദുരൂഹത? എന്താണ് ഇതിന്റെ പുറകിൽ? എന്ത് കോൺസ്പിറസിയാണ്, ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ ദേവസ്വം ബോർഡിനെ നീട്ടിക്കൊടുക്കാൻ വേണ്ടി ഓർഡിനൻസ് കൊണ്ടുവരാനായിട്ട് സർക്കാർ കാലാവധി നീട്ടാനായി ദേവസ്വം ബോർഡ്. ഞാൻ ചോദിക്കട്ടെ, കോടതി വിധിയിൽ നിന്ന് തന്നെ ഇവരെ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. ഇവർക്കെതിരായിട്ട് കേസെടുക്കേണ്ടി വരും. അവസാനം ആദ്യത്തെ ദേവസ്വം ബോർഡ് പ്രതിയായല്ലോ, ഈ ദേവസ്വം ബോർഡും പ്രതിയാവും. കാരണം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടും ഹൈക്കോടതി വിധിയും ദേവസ്വം മാനുവലും മറികടന്നുകൊണ്ട് വീണ്ടും ഈ സാധനം, ഈ കാര്യങ്ങൾ വീണ്ടും സ്വർണം പൂശാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്താൽ ആരാ? ക്ലിയറാണ്, കോടതി വിധി ക്ലിയറാണ്. അപ്പൊ വീണ്ടും നിയമം ലംഘിച്ചു ഇവർ. അപ്പൊ അതുകൊണ്ട് അവർക്കെതിരായിട്ട് കേസ് വരും. എന്നിട്ട് നീട്ടിക്കൊടുക്കാൻ പോയാൽ അതിന്റെ അർത്ഥം അതിനേക്കാൾ വലിയ നേതാക്കന്മാർ അതിന്റെ പുറകിലുണ്ട്, ഇതിന്റെ പങ്കുപറ്റിയവരെന്നാണ് അതിന്റെ അർത്ഥം. BJP അധ്യക്ഷന്റെ ക്രമക്കേടിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അത് വരട്ടെ. അത് അദ്ദേഹത്തിനെതിരായിട്ട് ഒരു ആരോപണം വന്നിരിക്കുന്നു. ആ ആരോപണത്തിന് അദ്ദേഹമാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹം മറുപടി പറയണം. അദ്ദേഹം വ്യവസായ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റിൽ നിന്നും ചുരുങ്ങിയ വിലയ്ക്ക് സ്വീകരിച്ച ഭൂമി വ്യവസായം നടത്താതെ മറച്ചു വിൽക്കുമെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളാകുമ്പോൾ ആരോപണം വരും. അത് അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹം മറുപടി പറയണം. ഞാനല്ലാതെ അദ്ദേഹം മറുപടി പറയട്ടെ. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് പറയണം. ഇതാണ് ആരോപണം. ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയണം.